ഹായ് ഹലോ എല്ലാവർക്കും സൺഷൈൻ ടേൽസിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നൊരു കുഞ്ഞു വ്ളോഗല്ല, ഒരു കുഞ്ഞു ഹോൾ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. എൻ്റെ കയ്യിൽ ഹാൻഡ് ബാഗ് ഒന്നും ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഒരു എന്താ പറയാ, തുണിയുടെ പോലത്തെ ബാഗായിരുന്നു ഉണ്ടായിരുന്നത്. അത് യൂസ് ചെയ്ത് കണ്ടാലറിയാം നമുക്കത് ഭയങ്കരമായിട്ട് പഴയതായി എന്നുള്ളത്. അപ്പൊ ഞാൻ ഒരു ഷോപ്പിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു. ഞാൻ ഷോപ്പിങ്ങിന് പോയ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല, അതൊന്നും എടുക്കാൻ നിന്നില്ല. നല്ല തിരക്കുമായിരുന്നു ആ സമയത്ത്. അതുകൊണ്ട് ഞാൻ അത് ചെയ്തില്ല. ഇവിടെ തന്നെ എയർപോർട്ടിന്റെ അടുത്ത് ഔട്ട്ലെറ്റ് മാൾ ഉണ്ട്. അവിടെ നമുക്ക് വില കുറവായിരിക്കും. മോളിലൊക്കെ പോയിട്ട് നമ്മൾ സെയിം സംഭവങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 200-250 ഒക്കെ ബാഗ് ആണെന്നുണ്ടെങ്കിൽ ഈ ഔട്ട്ലെറ്റ് മാളിൽ നമുക്ക് എങ്ങനെ പോയാലും അതൊരു 200 അല്ലെങ്കിൽ $175 വാങ്ങാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ അവിടം വരെ പോയിട്ട് ഒരു ബാഗ് മേടിച്ചു. ബാഗ് മാത്രമല്ല കേട്ടോ, ചെറിയ 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 കുഞ്ഞ ഐറ്റംസ് വാങ്ങിയിട്ടുണ്ട്. ആ ഹോൾ വീഡിയോ കാണിക്കുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാൻ കുറച്ച് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടല്ലോ, 10-15 ഉണ്ടെന്ന് തോന്നുന്നു, ഷോർട്സും കൂടി ഇൻക്ലൂഡ് ആയിട്ട്. അപ്പോൾ ലാസ്റ്റ് ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഹോം മെയ്ഡ് ഫേസ് മാസ്ക്, അതായത് DIY ഫേസ് മാസ്ക് അത് കാണിച്ചിട്ടുണ്ടായിരുന്നു. സ്കിന്നിന് ഭയങ്കര ഗ്ലോ ബ്രൈറ്റനിങ് ഒക്കെ ആക്കാനുള്ള ഒരു ഫേസ് മാസ്ക്. ആദ്യമായിട്ടൊരു വീഡിയോയ്ക്ക് എത്രയാ 100ന് മുകളിൽ വ്യൂസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പൊ എനിക്കത് ഭയങ്കര സന്തോഷമായിട്ടോ, ആൾക്കാർ അത് കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. മറ്റുള്ളവരായിട്ട് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ആൾക്കാരായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതൊന്നും അല്ലാന്ന് എനിക്കറിയാം, പക്ഷെ എന്നാലും എനിക്ക് ഭയങ്കര സന്തോഷമായി അത് കണ്ടപ്പോ. അതിന് വാച്ച് അവേഴ്സ് എത്രയുണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത്രയും അധികം ഇല്ല, കാരണം 10 മിനിറ്റിന്റെ വീഡിയോ അല്ലേ ഉള്ളൂ, എല്ലാവരും മുഴുവനൊന്നും കാണില്ലല്ലോ. എന്നാലും എനിക്ക് ഭയങ്കര സന്തോഷമായി അത് കണ്ടപ്പം. പിന്നെ ഇതിൻ്റെ അകത്ത് അനലിറ്റിക്സ് നോക്കുമ്പം അതിനകത്ത് കാണിക്കുന്നത് 92% പേരും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് തന്നെ ഇപ്പോഴും കാണുന്നത്. സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ നോക്കുക. പിന്നെന്താ, നമുക്ക് എന്തായാലും ഇപ്പോൾ ഹോൾ വീഡിയോ കാണിക്കാം. ഹോൾ വീഡിയോ കാണിക്കുന്നില്ല, ഹോള് കാണിക്കാൻ എന്താ വാങ്ങിയെന്നുള്ളത്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ വാങ്ങിച്ചത് ഹാൻഡ് ബാഗ് മേടിക്കാനാ പോയെന്നുള്ളത്. ഞാൻ CKയുടെ ബാഗാട്ടോ മേടിച്ചത്. ഇത്രയുണ്ട് വലിപ്പം. കാരണം ഞാൻ നാട്ടിലേക്കും കൂടെ പോവാണ്. അപ്പൊ എനിക്ക് എയർപോർട്ടിൽ കൊണ്ടുപോകാൻ ഒന്നുമില്ല എൻ്റെ കയ്യിൽ. ബാക്ക് പാക്ക് ഒരെണ്ണം വേണമായിരുന്നു, അതും വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഇതും വാങ്ങിച്ചു. തരക്കേടില്ല കേട്ടോ, നല്ല സാധനം തന്നെയാണ് വാങ്ങിയത്. എന്നുവെച്ചാൽ CK എന്ന് പറയുന്നത് എല്ലാവർക്കും നോർമലി അറിയാവുന്നത് തന്നെയല്ലേ. ഭയങ്കര ഹൈ എൻഡ് ലക്ഷറി ബ്രാൻഡ് അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിലും നോർമൽ യൂസിന് പറ്റിയ ബാഗ് തന്നെയത്. നമുക്ക് ഇങ്ങനെ ഒരു ഹാൻഡിലും ഉണ്ട്, പിന്നെ അതല്ലാതെ സ്ലിങ് ആയിട്ട് ഇടാൻ പറ്റുന്ന രീതിയിലുള്ള സംഭവം ഉണ്ട് കേട്ടോ. എനിക്ക് യൂഷ്വലി ഇങ്ങനെ സ്ലിങ് ആയിട്ട് ഇടാൻ തന്നെ ഇഷ്ടം, ഇങ്ങനെ പിടിക്കുന്നതിന്. പിന്നെ ഇതിനൊരു കുഞ്ഞു കോയിൻ പൗച്ച് ഉണ്ട്. വെറുതെ ഒരു ഭംഗിക്ക് നമുക്ക് ഇങ്ങനെ ഹാങ് ചെയ്ത് ഇടാന്നേ ഉള്ളൂ. ഇതിൻ്റെ അകത്ത് കോയിനൊന്നും വെക്കാൻ പറ്റില്ല. കോയിൻ ഇട്ട് എന്തായാലും ഇതിൻ്റെ ഉള്ളിൽ കൂടെ താഴെ പോകുന്നുള്ള കാര്യം ഉറപ്പാണ്. പിന്നെ ഇതിന്റെ ഫ്രണ്ട് പോർഷനിൽ ഒരു ഇതുണ്ട്, പൗച്ച് ഉണ്ട്. പക്ഷെ അധികം ഡെപ്ത് ഉള്ളതല്ല കേട്ടോ, പക്ഷെ എന്നാലും there is one. പിന്നെ ബാക്കിലുണ്ട് ഒരെണ്ണം. ഇതിനും അധികം ഇതിന് ഡെപ്ത് ഉണ്ട്, തരക്കേടില്ലാണ്ട്. ഇതിന് ഒരു ബട്ടൺ ക്ലോഷർ ഉണ്ട്. പിന്നെ നടുക്കത്തത് ഇത് സിപ്പറാണ്. ഇതിൻ്റെ ഉള്ളിലൊന്നുമില്ല, ഇതൊരു മെയിൻ കമ്പാർട്ട്മെന്റ് എന്നുള്ള രീതിയിലാണ്. പിന്നെ ഈ സൈഡില് ഇവിടെ 3 എണ്ണാട്ടുള്ളത്. ഈ 2 എണ്ണം ഇതിന് ബട്ടൺ ക്ലോഷറും, നടുക്കത്തത് സിപ്പർ. അപ്പൊ ഇത് ഇങ്ങനെ ഓപ്പൺ ചെയ്യാം. ഇതിന്റെ ഉള്ളില് ഈ സൈഡില് ഒരു ഇന്നർ ഓപ്പണിങ്ങും കൂടി ഉണ്ട്, സിപ്പർ വെച്ചിട്ടുള്ളത്. ഇതൊക്കെ ഞാൻ യൂസ് ചെയ്യാന്നുള്ള കാര്യം എനിക്കറിയില്ല കേട്ടോ. ചിലപ്പോൾ നടുക്കത്തെ മെയിൻ കമ്പാർട്ട്മെന്റ് മാത്രമേ ഞാൻ യൂസ് ചെയ്യുള്ളൂ. എനിക്ക് എൻ്റെ ഫോണും പേഴ്സും വെക്കണം, അത്രേ ഉള്ളൂ. ഇതിന്റെ ഉള്ളിലും ഉണ്ട് കേട്ടോ, സൈഡില് സിപ്പല്ല. ഇങ്ങനെ നമുക്ക് എന്തെങ്കിലും ടിഷ്യൂവോ ഒരു ലിപ്സ്റ്റിക്കോ എന്തെങ്കിലുമൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ വെക്കാം. അതുപോലത്തെ 2 ചെറിയൊരു പൗച്ചും ഇതിൻ്റെ ഉള്ളിലുണ്ട്. പൗച്ചല്ല, ചെറിയ 2 കുഞ്ഞു കമ്പാർട്ട്മെന്റ്. അപ്പൊ ഇതാണ് ഞാൻ വാങ്ങിച്ച ബാഗ്. എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. കോമ്പാക്റ്റ് ആണ്, നമുക്ക് ഈസി ആയിട്ട് ക്യാരി ചെയ്യാം. അത് ഭംഗിയുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ അടുത്തത് എനിക്കൊരു നമ്മൾ എയർപോർട്ടിൽ പോകുമ്പം എന്തായാലും ഒരു ബാക്ക് പാക്കും ആവശ്യമാണ്. ഞാൻ നമ്മുടെ ചെറിയ ലഗേജ് ഇല്ലേ, ഹാൻഡ് ക്യാരി, അതിൻ്റെ ഉള്ളിൽ മിക്കവാറും കുഞ്ഞു ട്രോളി ആയിരിക്കുമല്ലോ ആൾക്കാർ കൊണ്ടുപോകുക. അല്ലാന്നുണ്ടെങ്കിൽ ഡബിൾ ബാഗ്. ഇനി അതും അല്ലാന്നുണ്ടെങ്കിൽ ബാക്ക് പാക്ക് തന്നെയല്ലേ എല്ലാവരും കൊണ്ടുപോകുള്ളൂ. പക്ഷെ ഞാൻ അങ്ങനത്തെ മിക്കവാറും എല്ലാവരും കൊണ്ടുപോകാറുള്ളത് ലാപ്ടോപ്പ് ബാഗ് ആയിരിക്കും. എനിക്ക് പക്ഷെ ലാപ്ടോപ്പ് ബാഗ് ഇഷ്ടമല്ല, അത് ഭയങ്കര വലുതല്ലേ. എനിക്ക് അത്രയും വലുതിന്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ സാധാരണ ഒരു
ബാക്ക് പാക്കാണ് മേടിച്ച, റീബോക്കിന്റെ ഒരു ബാഗ് മേടിച്ചു. തപ്പിയിട്ട് എനിക്ക് ഈ കളറേ കിട്ടിയുള്ളൂ, ബ്ലാക്ക് കിട്ടിയില്ല. അതുകൊണ്ട് ഇതാ വാങ്ങിയത്. പക്ഷെ ഇത് ഭയങ്കര കംഫർട്ടബിൾ ആട്ടോ. ഞാൻ ഉപയോഗിച്ചു തുടങ്ങിയിട്ടില്ല. നമുക്ക് വെള്ളത്തിന്റെ കുപ്പി വെക്കാനാണെങ്കിൽ അത്യാവശ്യം വലിയ കുപ്പിയാണെന്നുണ്ടെങ്കിലും ഇതിന് നല്ല വലിപ്പമുണ്ട്. ഈ സൈഡിലുള്ള ഈ ഒരു സംഭവത്തിന് 2 സൈഡിലും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം എന്റെ ബോട്ടിൽ കുറച്ച് വലിപ്പമുള്ളതാണ്. പിന്നെ അതിന്റെ ഫ്രണ്ടിൽ ഒരു പൗച്ച് ഉണ്ട്, നോർമൽ പൗച്ച്, വലുത് തന്നെ അത്യാവശ്യം, ബിഗ് എനഫ്. പക്ഷെ ഇതിൻ്റെ അകത്ത് ഞാൻ പാസ്പോർട്ട് ഒന്നും ഇടില്ല കേട്ടോ. നമുക്ക് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഡ്രസ്സോ ഒരു ജോഡി ഡ്രസ്സ് ഇതിൻ്റെ അകത്ത് വേണമെങ്കിൽ ഇട്ടിട്ട് കൊണ്ടുപോവാം. നമുക്ക് ലേ ഓവറൊക്കെ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ മാറ്റണമെന്നുണ്ടെങ്കിൽ അങ്ങനെ മാറ്റാം. ഇതിൻ്റെ അകത്ത് ലാപ്ടോപ്പിനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. വേണ്ടോ, ഉള്ളിൽ മെയിൻ കമ്പാർട്ട്മെന്റിന്റെ ഉള്ളിൽ ലാപ്ടോപ്പ് വെക്കാനുള്ള ഓപ്ഷനും ഉണ്ട്. പക്ഷെ ഞാൻ എന്തായാലും ലാപ്ടോപ്പ് ഒന്നും കൊണ്ടുപോകുന്നില്ല. ഇതിലും ഉണ്ട് 2 എണ്ണം, 2 മെയിൻ കമ്പാർട്ട്മെന്റ്. ഈ ഒരെണ്ണത്തിന്റെ ഉള്ളിൽ നമുക്ക് ലാപ്ടോപ്പ് വേണമെന്നുണ്ടെങ്കിൽ വെക്കാം. പിന്നെ ഒരെണ്ണം കൂടി ഉണ്ട് ഈ സൈഡില്. ഇതും എനിക്ക് നല്ല വില കുറവിലാട്ടോ കിട്ടിയത്. നമ്മളിപ്പോ റീബോക്കിന്റെ ഷോപ്പിൽ ചെന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എത്രയോ കിട്ടുമോ അതിനേക്കാളും നല്ല കുറവിന് എനിക്കിത് കിട്ടിയത്. അപ്പൊ ഇത് 2ാമത്തത്. എനിക്കറിയാട്ടോ ഇത് അത്ര വലിയ ഭയങ്കര ഹോൾ വീഡിയോ ഒന്നും അല്ല, കുഞ്ഞിതാണെന്നുള്ളത്. പക്ഷെ എന്നാലും എനിക്കിതൊന്ന് കാണിക്കണം എന്ന് തോന്നി. പിന്നെ ഞാൻ വാങ്ങിയത് പെർഫ്യൂമാണ്. ഇത് ക്ലോയി എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ലവ് സ്റ്റോറി എന്ന് പറഞ്ഞ പെർഫ്യൂം ആട്ടോ. ഈ ക്ലോയി എന്ന് പറഞ്ഞ ബ്രാൻഡ് ഫ്രഞ്ച് ബ്രാൻഡാണിത്. ഫ്രഞ്ച് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഫാഷൻ ലക്ഷറി ഹൗസ് എന്നുള്ള രീതിയിലാണ് തുടങ്ങിയത്. പിന്നെ അവര് ഇതിൻ്റെ അകത്ത് പെർഫ്യൂമും വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇത് ഒരു സമയത്ത്, അതായത് 1950s-ലാണോ 70s-ലാണോ എന്ന് ഓർക്കണില്ല. ഇതിനെക്കുറിച്ച് ഞാൻ നോക്കിയപ്പം ഗൂഗിളിൽ ആ സമയത്താണ് ഇത്. അതോ 70s-ലാണോ, ഐ ഡോണ്ട് റിമെമ്പർ എപ്പോഴാന്നുള്ളത്. എപ്പോഴാണെന്നുണ്ടെങ്കിലും ഈ സംഭവം ഭയങ്കര ഹിറ്റ് ആയിരുന്നു. എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് അറിയില്ലായിരുന്നു ഇങ്ങനെ ഒരു ബ്രാൻഡിനെ പറ്റി. അപ്പൊ ഞാനവിടെ കണ്ടപ്പം ഇതെന്താ സംഭവം എന്ന് നോക്കിയതാ. ഭയങ്കര സോഫ്റ്റ് ഫ്ലോറൽ സെന്റ് ആട്ടോ. പെർഫ്യൂം ആണല്ലോ, അതുകൊണ്ട് ഇത് ലോങ് ലാസ്റ്റിംഗ് ആണ് പറയേണ്ട ആവശ്യമില്ല. പക്ഷെ അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് കാണാനും അടിപൊളിയാണ്, ഭയങ്കര ക്യൂട്ട് ആയിട്ടുള്ള ഒരു സംഭവമാണ്. പാക്കിങ്ങും ഒക്കെ ആണെന്നുണ്ടെങ്കിലും കണ്ടോ എന്ത് ഭംഗിയാ നോക്കിയേ, ഭയങ്കര ക്യൂട്ടായിട്ട്. ഇവിടെ ഉണ്ട് പേര് ക്ലോയി. 75 ml ആട്ടോ, 100 ml അല്ല. പക്ഷെ എന്നാലും ഈവൻ ദിസ് വാസ് എ ഗുഡ് ബൈ. ഇതും എനിക്ക് നല്ല പ്രൈസിനാണ് കിട്ടിയത്. ഭയങ്കര സോഫ്റ്റ് ഫ്ലോറൽ സെന്റ് ആട്ടോ. ഇനി ഇത് തുറക്കാൻ ഇത്തിരി പാടാ. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ, ആരെങ്കിലും കാനഡയിൽ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമ്മൾ യൂഷ്വലി എല്ലാ ബ്രാൻഡുകളെ പറ്റി നമുക്ക് അറിയാവുന്നതാണല്ലോ, പക്ഷെ അറിയാത്ത ബ്രാൻഡുകളും ഉണ്ട്. അപ്പൊ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതിന്റെ പാക്കിംഗ് ആണെങ്കിലും ആ ഒരു സെന്റ് ആണെന്നുണ്ടെങ്കിലും, ചിലതിനുണ്ടല്ലോ നല്ല ബ്രാൻഡ് ആണെന്നുണ്ടെങ്കിൽ ഇതിന് കുത്തിക്കൊള്ളില്ലേ. ഇതിനങ്ങനെയൊന്നുമില്ല. ഇത് ഇട്ട് ആരെങ്കിലും ഇപ്പൊ നമ്മുടെ അടുത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കും എന്തൊരു എലഗന്റ് ആയിട്ടുള്ള സ്മെല്ലാന്ന്. അതെനിക്ക് മാത്രമാണോ തോന്നണേന്ന് അറിയില്ല കേട്ടോ. പക്ഷെ എനിക്ക് അങ്ങനെ തോന്നാറുണ്ട്. ചിലവരുടെ പെർഫ്യൂമിന്റെ സ്മെല്ല് വരുമ്പോൾ ഭയങ്കര എലഗന്റ് ആണല്ലോ എന്നുള്ളത്. ഇതും ആ ഒരു ഗണത്തിൽ പെടുന്നതാ. പിന്നെ മേടിച്ചത് നോർമൽ ആയിട്ടുള്ള ഒരു സംഭവം, പക്ഷെ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് ഈ ക്ലിപ്പ്. ഞാൻ മിനിസോയിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ മിനിസോന്ന് മേടിച്ചതാ. ഞാൻ എപ്പോഴും ഇങ്ങനത്തെ ക്ലിപ്പാ യൂസ് ചെയ്യാറുള്ളത്. മറ്റേ നമ്മുടെ എന്താ പറയാ ബാൻഡ് യൂസ് ചെയ്യുന്നതിനേക്കാളും എനിക്കിഷ്ടം ക്ലോക്ക് ക്ലിപ്സ് യൂസ് ചെയ്യാനാ. പക്ഷെ എപ്പോഴും എങ്ങനെയാണെന്നുണ്ടെങ്കിലും എന്റെ ഒരു മാസത്തിനുള്ളിൽ അത് പൊട്ടിയിട്ടുണ്ടാവും എവിടെയെങ്കിലും. അപ്പൊ അത് പൊട്ടുന്നതിന് മുമ്പ് ഞാൻ ഒരെണ്ണം വാങ്ങിച്ചതാ. ഈ 2 കുഞ്ഞത് ഞാൻ അധികം യൂസ് ചെയ്യാറില്ല, വലുത് തന്നെയാണ് യൂസ് ചെയ്യാറുള്ളത്. പക്ഷെ ഇത് നല്ല ക്വാളിറ്റി ആട്ടോ. എനിക്ക് എത്ര രൂപ കിട്ടിയ $5 ഇത് കിട്ടിയത് മിനിസോന്ന്. ഇതെന്തായാലും $5 നമുക്ക് പുറത്തുനിന്ന് മിനിസോന്ന് അല്ലാതെ പുറത്തുനിന്ന് ഏതെങ്കിലും ഒരു കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടുമെന്ന് എനിക്ക് തോന്നണില്ല. അതുകൊണ്ട് കണ്ടപ്പോ നല്ലതാന്ന് തോന്നിയപ്പോ ഞാൻ വാങ്ങിച്ചതാ. അത് മാത്രമല്ല, ഇത് ഒറ്റ പീസേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഇത് ഞാൻ എടുത്തു. പിന്നെ മിനിസോയില് തന്നെ കണ്ട വേറൊരു സംഭവം, ഇത് പകുതിയും കഴിഞ്ഞു, പകുതിന്നല്ല മുഴുവനും കഴിച്ചു കഴിഞ്ഞു. ഈ മാച്ച എവിടെ കണ്ടാലും ഏത് രൂപത്തിൽ കണ്ടാലും ഞാനത് മേടിക്കും കേട്ടോ. അപ്പൊ കിറ്റ്കാറ്റ് മാച്ച കിറ്റ്കാറ്റ് അവിടെ തന്നെ മിനിസോല് തന്നെ കണ്ടപ്പോ വാങ്ങാണ്ടിരിക്കാൻ തോന്നിയില്ല. ഇതുപോലത്തെ ചെറിയ ചെറിയ സെപ്പറേറ്റ് ബാഗുകളിലാണ് ഉണ്ടാവുക. ചെറിയത് എത്ര എണ്ണം ഉണ്ടായിരുന്നത് ഞാൻ ഓർക്കണില്ല കേട്ടോ. ഇനി ആകെ 3 എണ്ണേ ബാക്കിയെല്ലാം ഞാൻ കഴിച്ചു തീർത്തു. 2-3 ഞാൻ ഫ്രണ്ട്സിനും കൂടെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ, അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇത് ഞാൻ നമ്മുടെ നാട്ടിൽ ഇതുവരെ കണ്ടിട്ടില്ല. ഇവിടുത്തെ കനേഡിയൻ കടകളിലും കണ്ടിട്ടില്ല. മിനിസോ കനേഡിയൻ അല്ലല്ലോ, അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇതവിടെ ഉള്ളത്. പക്ഷെ എന്തായാലും എനിക്ക് സംഭവം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് എത്ര രൂപയാ?
അയ്യോ 6:49 എത്രയായിരുന്നു എന്ന് തോന്നുന്നു, 10 ആണെന്ന് തോന്നുന്നുണ്ടായിരുന്നത് ഈ ഒരു പാക്കറ്റിൽ. 6:49 10. അത് കുറച്ച് കൂടുതലാണെന്ന് തോന്നുന്നു. എന്നാലും മാർച്ചയല്ലേ, കണ്ടപ്പോ എനിക്ക് വിടാൻ തോന്നിയില്ല. നമ്മൾക്ക് എപ്പോഴും കഴിക്കാൻ കിട്ടുന്ന ഒരു സംഭവം അല്ലല്ലോ ഇത്. പക്ഷെ എന്നാലും ഇപ്പൊ അത് മിനിസോൽ ഉണ്ടെന്ന് അറിഞ്ഞത് കൊണ്ട് നമുക്കറിയാം ഇവിടെ കിട്ടും എന്നുള്ളത്. ഇതിനു മുമ്പ് ഞാനിത് കഴിച്ചിട്ടുണ്ട്. എൻ്റെ ഒരു ഫ്രണ്ട്, കോവർക്കർ തന്നെ, അവര് ഫിലിപ്പീൻസിലേക്ക് പോയതാ, പക്ഷെ വയ ജപ്പാനാണ് പോയത്. അപ്പൊ എനിക്ക് അവിടുന്ന് കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്റെ വിചാരം ഈ ഒരു സംഭവം അവിടെ മാത്രമേ ഉള്ളൂ എന്നാ. പക്ഷെ മിനിസോല് കിട്ടുന്നുള്ളത് എനിക്ക് അറിയില്ലായിരുന്നു. ബട്ട് ഐ എം ഹാപ്പി, ഇത് നമുക്ക് ഇവിടെ തന്നെ ഉണ്ടല്ലോ എന്ന് എടുത്തിട്ട്. അന്ന് അവൾ എനിക്ക് ഈ ഒരു ചെറിയൊരു സംഭവം കൊണ്ടു തന്നത്, ഫുള്ള് ബാഗ് അല്ല, ഈ എറിഞ്ഞ കൊണ്ടു തന്നെ. അപ്പൊ ഞാൻ ഓർത്തു എന്റെ അമ്മേ മാച്ചയിലൊക്കെ കിറ്റ്കാറ്റ് ഉണ്ടോന്ന്. ഇപ്പൊ കിട്ടിയപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പം ഇത്രയേ ഉള്ളൂ, ഒരു തീരെ കുഞ്ഞൊരു ഹോൾ വീഡിയോ ആയിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവര് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ട്രൈ ചെയ്യുക. വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ആഴ്ച കാണാം. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ഗോഡ് ബ്ലസ് യു ഓൾ. ബൈ.